ആലപ്പുഴ ചെങ്ങന്നൂരിലെ വയോധികന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം നൽകിയ പരാതിയിൽ മൃതദേഹം ഇന്ന് കല്ലറ പൊളിച്ച് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യും. സ്വത്തുക്കൾ കൈക്കലാക്കാൻ യേശുദാസിനെ സഹോദരൻ കൊലപ്പെടുത്തിയതാണോ എന്നാണ് മരുമകളുടെ സംശയം. യേശുദാസിന്റെ ബാങ്ക് അക്കൗണ്ടും സ്വത്തുരേഖകളും സഹോദരൻ ഗബ്രിയലിന്റെ പേരിലേക്ക് മാറ്റിയത് ശ്രദ്ധയിൽപ്പെട്ട ലീന ബിൻസ് പരാതി നൽകുകയായിരുന്നു. തുടർന്നാണ് മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, ഈ പരാതിക്ക് പിന്നാലെ, കോടതിയുടെ ഉത്തരവിന് പിന്നാലെ നടപടികൾ ഇന്നെങ്ങനെയായിരിക്കും ഉണ്ടാവുക? മനീഷ് മഹിബാൽ. റിജിത്ത്, ഇന്ന് രാവിലെ 10 മണിക്കായിരിക്കും രണ്ട് പോലീസ് സർജന്റെയും തഹസിൽദാരുടെയും സാന്നിധ്യത്തിലായിരിക്കും ഇന്ന് സെന്റ് മേരീസ് കല്ലറ പൊളിക്കുക. ആ കല്ലറയിൽ നിന്നും മൃതദേഹം പുറത്തെടുക്കുക. കഴിഞ്ഞ മാസം 20-ാം തീയതി ആയിരുന്നു പുലിയൂർ സ്വദേശി യേശുദാസ് 70 വയസ്സുകാരനാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയെങ്കിൽ പോലും പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മരുമകൾക്ക് വലിയ രീതിയിൽ സംശയമുണ്ടായിരുന്നു, മകൾക്കും സംശയമുണ്ടായിരുന്നു. മകൻ മരിച്ചുപോയതാണ്. ഈ നിലവിൽ ഇയാളെ യേശുദാസിനെ നോക്കിയിരുന്നത് ഗബ്രിയലാണ്, സഹോദരനായ ഗബ്രിയലാണ്. മരണത്തിന് ശേഷം പിന്നീട് 24-ാം തീയതി തന്നെ പുലിയൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ അടക്കം കഴിഞ്ഞു. അതിനുശേഷമാണ് മരുമകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അതായത് യേശുദാസിന്റെ ബാങ്ക് അക്കൗണ്ടിലും ഒപ്പം തന്നെ സ്വത്ത് വിവരങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ക്രമക്കേടുണ്ട്. പല സ്വത്തുക്കളും പല ബാങ്ക് അക്കൗണ്ടിലെ പണമൊക്കെ തന്നെ സഹോദരൻ ഗബ്രിയലിന്റെ അക്കൗണ്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ അയൽക്കാരുടെ മൊഴിയിൽ നിന്നും പോലീസിനോട് ഇത് സംബന്ധിച്ച് കോടതി നൽകിയ പരാതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിലും അയൽക്കാരുടെ മൊഴിയിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. കാരണം ഈ മരണം നടക്കുന്ന ദിവസം അന്ന് ഹോം നേഴ്സ് നൽകിയ ഒരു കേക്ക് കഴിച്ചാണ് യേശുദാസ് ബോധരഹിതനാകുന്നത്, പിന്നീട് രക്തം ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഈ ആശുപത്രിയിൽ നിന്ന് ഇൻറ്റിമേഷൻ ഒന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ ഒരു ദുരൂഹത ഈ മരണത്തിനുണ്ട് എന്നാണ് നിലവിൽ കുടുംബം ആരോപിക്കുന്നത്. അങ്ങനെ വിദേശത്തായിരുന്ന മരുമകളും മകളും നാട്ടിലെത്തിയ ശേഷമാണ് പോലീസിൽ ഈ പരാതി നൽകുന്നത്. പിന്നീട് പോലീസിൽ നിന്ന് പരാതി പിന്നീട് കോടതിയിലേക്ക് കൈമാറി. അങ്ങനെ കോടതിയുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ 10 മണിക്ക് പുലിയൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ നിന്നും യേശുദാസിന്റെ മൃതദേഹം പുറത്തെടുത്ത് അവിടെ വെച്ചോ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ട് പോസ്റ്റ്മോർട്ടം നടപടി നടത്തുക. പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മാത്രമായിരിക്കും എന്തായിരിക്കും ഈ മരണകാരണം. നിലവിൽ സ്വാഭാവികമായ മരണമെന്ന് മാത്രമാണ് ഗബ്രിയൽ പറയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്താണ് അന്ന് രക്തം ഛർദ്ദിക്കാനും ഒപ്പം തന്നെ ബോധരഹിതനാകാനുള്ള കാരണം എന്താണെന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. എന്താണെങ്കിലും ഇന്ന് 10 മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം ഉണ്ട്. 1-2 ദിവസത്തിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമികമായ വിവരം ലഭിച്ചാൽ മരണകാരണം വ്യക്തമാകും. ശ്രീജിത്ത്. മനീഷ്, ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം നടന്നിരുന്നോ? അതിലെന്തെങ്കിലും സംശയങ്ങൾ പോലീസിനുണ്ടോ? മനീഷ് മഹിബാൽ. റിജിത്ത്, പോലീസിന് ആദ്യഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് ഇൻറ്റിമേഷൻ ആശുപത്രിയിൽ ലഭിച്ചത് സ്വാഭാവികമായ മരണമെന്ന രീതിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയിരുന്നില്ല. പിന്നീട് കുടുംബമാണ് ഇത് സംബന്ധിച്ച് ആരോപണവുമായി രംഗത്തെത്തിയത്. അതായത് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് മരണം നടക്കുന്നത്. 24-ാം തീയതി ഓർത്തഡോക്സ് പള്ളിയിൽ അടക്കം നടക്കുന്നു. അതിനുശേഷം മക്കൾ നാട്ടിലെത്തിയ ശേഷമാണ് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഒരു ഏജൻസി മുഖേനയായിരുന്നു വീട്ടിൽ ഹോം നേഴ്സിനെ വെച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഈ മകളും മരുമകളും അറിയാതെ ആ ഏജൻസി വഴിയുള്ള ഹോം നേഴ്സിനെ മാറ്റി മറ്റൊരു ഹോം നേഴ്സ്, ഇവർക്ക് പരിചയമുള്ള മറ്റൊരു ഹോം നേഴ്സിനെ ഈ വീട്ടിലേക്ക് നിയമിക്കുന്നു. ഒപ്പം തന്നെ യേശുദാസ് ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത്. ആ സമയത്ത് യേശുദാസിന് കൂട്ടായി ഗബ്രിയലിന്റെ ഭാര്യയും ഈ മരണത്തിനും ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ചെങ്ങന്നൂർ പുലിയൂരിലെ വീട്ടിലേക്ക് വരുന്നത്. ആ സമയത്ത് ഗബ്രിയലിന്റെ ഭാര്യയും പിന്നെ ഇവർ നിയമിച്ച ഹോം നേഴ്സ് മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ മരിച്ച യേശുദാസിന്റെ ചില ഡയറി കുറിപ്പുകളിൽ വലിയ സംശയമുണ്ട്. അതായത് തനിക്ക് അൾഷിമേഴ്സ് രോഗമുള്ളതുകൊണ്ട് തന്നെ അനിയൻ തന്നെ പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ എന്ന ചില സംശയങ്ങൾ രേഖപ്പെടുത്തിയ ഡയറി കുറിപ്പുകളും കുടുംബത്തിന് ലഭിച്ചിരുന്നു. ഇതൊക്കെ തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. പോലീസ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടാണ് കോടതിക്ക് കൈമാറി. അതിനെ തുടർന്നാണ് RDOക്ക് ഇത് സംബന്ധിച്ച് ഉത്തരവിടുകയും ഇന്ന് തഹസിൽദാരുടെയും പോലീസ് സർജന്റെയും തന്നെ സാന്നിധ്യത്തിൽ തന്നെ ഈ പുലിയൂരിലെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ കല്ലറ പൊളിച്ച് ഈ മൃതദേഹം പുറത്തെടുത്ത് അത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള അനുമതി നൽകിയത്. റിജിത്ത്.